കരുവന്നൂർ തൊട്ട് അയ്യന്തോൾ തൊട്ട് സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് വലിയ കേസുകൾ ഇ ഡി എടുത്തു. മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതാണല്ലോ. ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഇ ഡി പലരെ അറസ്റ്റ് ചെയ്ത് ഉള്ളിയിടുന്നത്. എത്ര ദിവസമാണ് ഇന്നത്തെ കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ജയിലിൽ കിടന്നത്? പലർക്കും നാട് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറേണ്ടി വന്നു. മാമോദിസ വെള്ളം മുങ്ങി ബി ജെ പിയുടെ കൂടെ പൊക്കോളാം എന്ന് പറയേണ്ടി വന്നു. എന്തിന്? ഈ കേസിൻ്റെ പുറകെയുള്ള പീഡനങ്ങൾ അവസാനിപ്പിക്കാൻ. എന്നാൽ തൃശ്ശൂരിലെടുത്ത 2 കേസുകൾ, അയ്യന്തോളും ഈ പറയുന്ന കരുവന്നൂരും, അത് വലിയ രാഷ്ട്രീയ വിഷയമായി ബി ജെ പി ഉയർത്തിക്കൊണ്ടു വന്നല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ അവരുടെ മുഖ്യ പ്രചരണം അതായിരുന്നല്ലോ. സുരേഷ് ഗോപി വേർത്തൊലിച്ച് കിതച്ച് യാത്ര നടത്തുന്ന അങ്ങയുടെ ഓർമ്മ കാണില്ലേ, ഇല്ലെങ്കിൽ മീഡിയ വണ്ട് ആർക്കൈവിൽ കാണില്ലേ? പക്ഷേ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ബി ജെ പിക്ക് അവിടെ നിന്ന് സുരേഷ് ഗോപി എന്ന് പറയുന്ന താമര ചിഹ്നത്തിൽ ജയിച്ചു വന്ന ആദ്യമായിട്ടുള്ള ഒരു പാർലമെന്റേറിയനെ കിട്ടി. പിന്നീട് ആ കേസ് എവിടെ പോയി? എവിടെ ആ കേസിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ റിപ്പോർട്ടുള്ളത്? അപ്പോൾ വളരെ കാലങ്ങളായി, കഴിഞ്ഞ ഏതാണ്ട് 10 വർഷക്കാലമായി, സവിശേഷമായി പറഞ്ഞാൽ 5 വർഷക്കാലമായി, 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ എടുത്ത ഒരു കേസിലും തുമ്പുണ്ടായിട്ടില്ല, ഒരു കേസിലും. ഇപ്പോൾ ഇവർ സെർച്ച് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയല്ലോ. ഞാൻ 10 സെക്കൻഡ് അവസാനിപ്പിക്കാം. സെർച്ച് എന്ന് പറഞ്ഞ് പോകുന്ന സ്ഥലത്ത് എത്ര കാലം മുമ്പാണ് ഈ കേസ് അന്വേഷണ പരിധിയിലേക്ക് വരുന്നത്? ഇൻവെസ്റ്റിഗേഷൻ സർവൈലൻസ് വന്നത് മിനിമം 6 മാസം മുമ്പാണ്. 6 മാസം മുമ്പ് വന്നെടുത്ത് എന്ത് തെളിവ് അന്വേഷിക്കാനാണ് ഇവർ പോയത്? എന്ത് തെളിവ് അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്? മാക്സിമം പോയാൽ ഇവർ തമ്മിലുള്ള മെയിൽ കമ്മ്യൂണിക്കേഷൻ, ആ മെയിൽ കമ്മ്യൂണിക്കേഷൻ റേസബിൾ അല്ല, അതുകൊണ്ട് അത് കിട്ടുകയും ചെയ്യും. ബാക്കി എന്താ അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്? അവരുടെ ഓഫീസാണോ? അല്ല. പക്ഷേ അവിടെ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയുടെ സ്പേസ് ഉണ്ടായിരുന്നു. അത് ഇ ഡിയും കണ്ടു, പിണറായി വിജയനും കണ്ടു എന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് തന്നെയാണ് അരിയാഹാരം കഴിക്കുന്നവർക്ക് തോന്നുന്നത്. ഒരു പ്രയോജനവും ഇല്ലാതെ ഇ ഡി ഒരു റെയ്ഡ് നടത്തുക, ഒരു താല്പര്യമില്ല. ഇ ഡിക്ക് യാതൊരു ഗുണമില്ലാത്തൊരു റെയ്ഡ്. അത് ആർക്ക് വേണ്ടിയാണ് റെയ്ഡ് നടത്തുന്നത്? ഇ ഡിയെ കൊണ്ട് പി ആർ നടത്തിക്കണമെങ്കിൽ പിണറായി വിജയൻ ആരാമോ മുതൽ നിസ്സാരക്കാരനാണോ? അപ്പോൾ അങ്ങനെയാണ് ഞാനും കോൺഗ്രസും സാധാരണക്കാരും അതിനെ റീഡ് ചെയ്യുന്നത്. ഇനി പെട്ടെന്ന് നിർത്താം. ഇന്നത്തെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് അത് പുതുമയല്ല. 2, ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ കാണുകയത്, അത് ശരിയാണ്. കാരണം വി ശിവൻകുട്ടി സഖാവും ഒക്കെ ഈ ഇ ഡിക്കെതിരെ കട്ട കൊണ്ട് ആക്രമിക്കാൻ പോയ പാവപ്പെട്ട കട്ട സഖാക്കളുടെ വീട്ടിൽ പോകുന്നത് കണ്ടു. അവരുടെ വീട്ടിലൊരു വൈറ്റ് വാഷ് അടിക്കാൻ 150 രൂപ കൊടുത്താൽ 1 ലിറ്റർ വൈറ്റ് വാഷ് കിട്ടും. അത് മേടിച്ചു കൊടുക്കാൻ പറ്റാത്ത പാർട്ടിയാണ് AC മുറിയിൽ കിടക്കാൻ, കപ്പലണ്ടിയും ക്രിസ്മസും കുറിക്കാൻ, വീണാ തൈക്കണ്ടിക്ക് സുഖസൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി പൈസ മേടിച്ചതിൻ്റെ വകയിലുള്ള കേസിന് ഈ പാവപ്പെട്ട പിള്ളേരുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്നത്. അത് വളരെ മോശമാണ്. ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടിച്ചോറ് വാരിപ്പിച്ച് വെറുതെ അവരെ ബലിയാടാക്കരുത് എന്നൊരു അഭ്യർത്ഥന CPM-നോട് സഹാക്കന്മാരോട്. ഇപ്പോൾ ഇ ഡി ഇല്ലാത്തൊരു FIR-ലാണ് ഈ റെയ്ഡ് നടത്തുന്നുള്ളൊരു വാദം നിങ്ങൾക്കുണ്ടല്ലോ. ഇല്ലാത്ത FIR-ൽ ഇ ഡിക്ക് റെയ്ഡ് നടത്താമെന്നുള്ളതാണ് വാദം. കോടതി അതാണ് പറയുന്നത്. ഈ ഇല്ലാത്ത FIR എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ സംസ്ഥാനത്ത് വീണ വിജയനെതിരെയും CMR-നെതിരെയും ഒരു അഴിമതി കേസില്ല എന്നുള്ളതാണ്. ഇത് അഴിമതി കേസാണ്. മുമ്പ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. 7% KSIDCക്ക് ഓഹരിയുള്ള ഒരു കമ്പനിയാണ് ഈ കിക്ക് ബാക്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസ് ക്ഷണിച്ചു വരുന്ന ഒന്നാണ്. അധികാരമേറി ഇത്രയും ദിവസമായി CMR കേസിൽ ഞങ്ങളൊരു അഴിമതി അന്വേഷണം നടത്തുകയാണെന്ന് വിജിലൻസിന് തോന്നിയിട്ടില്ല. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിക്കും വിജിലൻസ് മന്ത്രിക്കും തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ്?